ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്കൃഷ്ടരാണ് മനുഷ്യവിഭാഗം. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതമുള്ളവനും ഇല്ലാത്തവനും പരിധികളില്ലാതെ അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവരാണ് മനുഷ്യർ. വിശിഷ്യ വിശ്വാസികൾ അല്ലാഹു നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും അവരെപ്പോഴും നന്ദി ചെയ്യാൻ കടപ്പെട്ടിട്ടുള്ളവരാണ്. സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും എല്ലാറ്റിനെയും അല്ലാഹു തആല, ഭൂമി അതേപോലെ തന്നെ സമുദ്രം, ഓരോന്നിനെയും അല്ലാഹു തആല എടുത്തെടുത്ത് അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ ഇതെല്ലാം നമ്മൾക്ക്, മനുഷ്യർക്ക്, അല്ലാഹുവിൻ്റെ ജീവജാലങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമർ, സൂര്യനെ, ചന്ദ്രനെ അവൻ നിങ്ങൾക്കത് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ദാഇബീന, പതിവായി, എപ്പോഴും. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, പകലിനെയും രാത്രിയെയും, ഓരോന്നിനെയും അത് വളരെ കൃത്യമായ നിലപാടുകളിലൂടെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര നിഅമത്തുകളിലെ, അനുഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അതായത് കോടിക്കണക്കിന് ജീവജാലങ്ങൾ അവരുടെ നിലനിൽപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്ന, അടിത്തറയായി പരിഗണിക്കപ്പെടുന്ന ജലം, അത് അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള, ലോകത്ത് ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള അവൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. മഴ വർഷിപ്പിക്കുക, അതിലൂടെ ലതാദികളെ മുളപ്പിച്ച് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ അല്ലാഹു തആല ഇതിനെയൊക്കെ സംവിധാനിച്ചു വന്നത്
തീർച്ചയായും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അപാരമായ ഒരു അനുഗ്രഹമാണ്. ശക്തമായ ചൂട്, ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിത്തിരി മഴ പെയ്തെങ്കിൽ സമാധാനമായിരുന്നു, സന്തോഷമാണ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മഴ വർഷിച്ചാലോ 2 ദിവസം മഴ പെയ്യുമ്പോഴേക്കും നമ്മൾക്ക് മതിയാവും. ഉടനെ തന്നെ നമ്മൾ പറയും ഇതെന്തൊരു മഴയാണ്, ഇത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്, മനുഷ്യരുടെ ഒരു 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 രീതി അങ്ങനെയാണ്. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ തക്ക സമയത്ത് എന്തു ചെയ്യണം, അതെങ്ങനെയെല്ലാം ആയിരിക്കണം, ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചനാഥനായ റബ്ബ. അവനിൽ മാത്രം നിക്ഷിപ്തമായ അധികാരമാണ്, ആർക്കും അത് വിട്ടുകൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രം എന്തു പറഞ്ഞു? ഇത് നമ്മൾ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിൽ നിന്ന് താഴെത്തട്ട് മുതൽ പഠിച്ചു വരുന്ന ഒരു സംഗതിയാണ്. നമ്മളിങ്ങനെ പള്ളിയിലോ വീട്ടിലോ അങ്ങാടിയിലോ ഒക്കെ ഇരിക്കുമ്പോൾ മഴ വർഷിക്കും, നമ്മൾ പറയാ നല്ല മഴ, ഭൂമി തണുത്തു, എന്തൊരു സന്തോഷ. ബാക്കി അങ്ങോട്ടൊന്നും നമ്മൾ ചിന്തിക്കൂല, മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യൂല. നമ്മൾ റബ്ബിനെ കുറിച്ച് അന്നപ്പോൾ ചിന്തിക്കൂല. ഇങ്ങനെ മഴയെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിശ്വാസികൾ പ്രത്യേകിച്ച് അവരെത്തേണ്ടത് അവരുടെ ജനനത്തിലേക്കെത്തണം. അവർ അള്ളാഹുവിനെ കണ്ടെത്താനാണത് പരിശ്രമിക്കേണ്ടത്. അവരുടെ വിശ്വാസത്തിന്റെ കാതലായ തൗഹീദിലേക്ക് അവരെത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേക്ക് എത്തിച്ചേരണം ഒരു വിശ്വാസിയാണെങ്കിൽ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമി അവൻ ഒരു വിരിപ്പാക്കി. സൂറത്ത് ബഖറയിൽ അതിങ്ങനെ വിശദീകരിച്ചു വരുന്നുണ്ട്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ അവൻ ഒരു എടുപ്പാക്കി. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല വെള്ളം ഇറക്കി തരുന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്ത്, അങ്ങനെ മഴ വർഷിപ്പിച്ചതിലൂടെ സസ്യലതാദികൾ മുളച്ചു വരുന്നു. എല്ലാവർക്കും വേണ്ടിയാണത്. ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്, അല്ലാഹുവിനെ നിദ്ദുണ്ടാക്കരുത്. ഇതിലൊന്നും വേറെ ഒരാൾക്കും പങ്കില്ല. ഇതൊക്കെ അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അവനാണിത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ എത്തിച്ചേരേണ്ടത് യഥാർത്ഥമായ വിശ്വാസത്തിലേക്കാണ്, അതിൻ്റെ അടിത്തറയിലേക്കാണ്, കാതലായ വിഷയത്തിലേക്കാണ്. ഇവിടെ മഴ വർഷിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു ശക്തിയോ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാവരുത് നമ്മൾ, ലോകത്തെ ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പൊ നമ്മൾക്ക് അല്ലാഹു തആല ബുദ്ധി നൽകി, തൻ്റെ ഇടം നൽകി. ഇതിലൂടെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ വിശ്വാസത്തെ അതിശക്തമായ നിലയിൽ ഉറപ്പിച്ചു നിർത്താൻ, തൗഹീദിൽ എത്തിച്ചേരാൻ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രം നേരത്തെ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നത് എന്താ?
സമുദ്രത്തിലെ വെള്ളം നീരാവിയായി അത് ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് അത് കാർമേഘമായി രൂപാന്തരപ്പെട്ട് മഴയായി ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു വെച്ച, സ്കൂളുകളിൽ നിന്ന് പഠിച്ച, ശാസ്ത്രം പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയാ മഴ വർഷിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ പറയുന്നത് എങ്ങനെയാ? അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ, നീ കണ്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസ്ജി സഹാബൻ, കാർമേഘത്തെ എങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അല്ലാഹു തആല ഈ കാർമേഘത്തെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരുന്ന കാർമേഘത്തെ അല്ലാഹു ഇണക്കി ചേർക്കുന്നു. സുമ്മ യജഅലുഹു റുകാമ, പിന്നെ ഈ കാർമേഘത്തെ അടുക്കുകളാക്കി അട്ടിയായി അല്ലാഹു തആല സംവിധാനിക്കുന്നു. ഫതറൽ വദ്ക, എന്നിട്ടത് വെള്ളമായി മഴയായി വരുന്നു. യഖ്റുജു മിൻ ഖിലാലിഹി, മേഘപ്പാളികൾക്കിടയിലൂടെ. വയുനസ്സിലു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ആ വെള്ളത്തെ അല്ലാഹു തആല ഇങ്ങനെ ഇറക്കുന്നു. എത്ര സുന്ദരമായി, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു തആല ഈ മഴ വർഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരുന്നത്. മഴയ്ക്ക് മുമ്പേ വരുന്ന ഒരു കാറ്റുണ്ടല്ലോ, ആ കാറ്റിനെ ബുഷിറ എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. മഴയുടെ മുന്നോടിയായി വരുന്ന കാറ്റ് അത് സന്തോഷമാണ് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മൾ പണ്ട് പഠിച്ചു വെച്ച ഒരു കാര്യം നമ്മൾ കേട്ടു എന്നതിനപ്പുറം ഇത്രയും മുമ്പേ ഖുർആൻ ഇത് വളരെ കൃത്യമായി ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് അല്ലാഹു തആല ഈ കൃത്യമായ ക്രമം തെറ്റാതെയുള്ള അല്ലാഹുവിന്റെ ഈ പ്രവർത്തനം അത് നമ്മളോട് ചോദിച്ചിട്ടല്ല ഈ ചെയ്യുന്നത്, നമ്മളോട് ആരോടെങ്കിലും സമ്മതം ചോദിച്ചിട്ട് ചെയ്യുന്നതല്ല. അത് അല്ലാഹു അതെപ്പോ വർഷിപ്പിക്കണം, അതെപ്പോ നിർത്തൽ ചെയ്യണം, ഇത് തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹുവാ. ആ അല്ലാഹു വെള്ളത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, എടോ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അര ഗ്ലാസ് കുടിച്ച് അര ഗ്ലാസ് മറിച്ച് കളയുന്ന വെള്ളം, വെള്ളത്തിന് വില കൽപ്പിക്കാതെ വെള്ളത്തെ നമ്മൾ ധൂർത്തോടുകൂടി വെള്ളത്തെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ചോദിക്കുന്നത് ഖുർആൻ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതെവിടുന്നാണോ കിട്ടിയത്, അതിന്റെ പിന്നിൽ ആരാണോ ഉള്ളത് എന്നിട്ട് അല്ലാഹു ചോദിക്കുക, അൻതും അൻസൽതുമു, നിങ്ങളാണോ ആ വെള്ളത്തെ ഇറക്കിയത്? അല്ല, അം നഹ്നു അം അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, കാർമേഘത്തിൽ നിന്നും ആ വെള്ളത്തെ ഇറക്കിയത് നിങ്ങളാണോ? അം, അതല്ല, നഹ്നുൽ മുൻസിലൂൻ, നാമാണോ ആ വെള്ളത്തെ ഇറക്കിയത് എന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ പഠിച്ചോ? എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയോ? വെള്ളം ഉപയോഗിക്കുന്നിടത്ത് നമ്മൾക്ക് എന്തെങ്കിലും പരിധിയുണ്ടോ? നമ്മൾ അറിയണം ഇത്. നമ്മൾ കുഴിച്ച കിണറ്റിൽ വെള്ളമുണ്ട്, ശരിയാ, അല്ലാഹു തആല നൽകിയതാണ്, മഹത്തായ അനുഗ്രഹമായി നൽകിയതാ. പക്ഷെ അത് ശുദ്ധീകരിക്കുന്നിടത്ത്, അത് കൃത്യമായി പരിപാലിക്കുന്നിടത്ത്, അത് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ വളരെ ക്രമമായിട്ടാണോ ചെയ്യുന്നത്, അതല്ല ക്രമം തെറ്റിയിട്ടാണോ നമ്മൾ ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? വുളു എടുക്കുമ്പോൾ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ? ചില ആളുകൾ വുളു എടുത്താൽ മതിയാകൂല, വീണ്ടും വീണ്ടും അനാവശ്യമായി വെള്ളം ചെലവഴിക്കുന്നു.
അത് പള്ളിയിലാണെങ്കിൽ പ്രത്യേകിച്ച് അതൊരു പൊതു സ്വത്താണല്ലോ. പള്ളിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾക്ക് അങ്ങനെയാണ്. വീട്ടിലല്ല, വീട്ടിലാവുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും. പള്ളി പോലെയുള്ള പൊതുസ്ഥാപനത്തിൽ ഫാൻ ഉപയോഗിക്കുന്നിടത്ത്, AC ഉപയോഗിക്കുന്നിടത്ത്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഒരു ക്രമം ഉണ്ടാകാറില്ല. കാരണം അത് പൊതുവാണ്. എന്നാൽ വീട്ടിൽ AC ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് ശ്രദ്ധ ഉണ്ട്. കാരണം ബില്ല് വരും. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. വാട്ടർ ബില്ല് വരും. അതൊക്കെ നമ്മൾ പരിശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, എവിടെയാണെങ്കിലും ശരി, അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ശരി, പൊതുവാണെങ്കിലും ശരി, അത് ഉപയോഗിക്കുന്നിടത്ത് ക്രമം തെറ്റാൻ പാടില്ല. പ്രവാചകനോട് സഹാബിമാർ ചോദിച്ചു, ഈ വെള്ളത്തിന്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട് സംസാരത്തിനിടയിൽ സഹാബികൾ ചോദിച്ചു, അല്ല പുഴയിൽ നിന്നാണ് ഞങ്ങൾ ഒന്നു എടുക്കുന്നതെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, പുഴയിൽ നിന്നാണെങ്കിലും നിങ്ങൾ ധൂർത്ത് വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. വളരെ കൃത്യമല്ലേ ഇത്? അപ്പൊ ഈ വിഷയത്തിലൊക്കെ നമ്മൾക്ക് കൃത്യമായും വിശ്വാസികൾക്ക് നിലപാട് വേണം. കാരണം ഒരു വിഷയത്തിലും ധൂർത്ത് പാടില്ല എന്നത് അതൊരു പൊതു തത്വമാണ്. വലാ തുസ്രിഫു, നിങ്ങൾ ഒരു വിഷയത്തിലും, ഒരു വെള്ളത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏതേത് കാര്യത്തിലും ഇസ്രാഫ് പാടില്ലെന്ന് പറഞ്ഞാൽ അത് പാടില്ലെന്ന് തന്നെയാ. അപ്പൊ വെള്ളം അമൂല്യമാണ്. അല്ലാഹു തആല കനിഞ്ഞരുളിയ, അറിയുമോ എത്ര ആളുകളുണ്ട് കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്തത്? പുഴയിൽ പോലും കുഴൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല. എന്തൊരത്ഭുതമാണിത്! അല്ലാഹു നൽകിയെങ്കിൽ മാത്രമേ അത് കിട്ടൂ. ആ ഒരു വിശ്വാസമാണ് വെള്ളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ശരി, നമ്മൾ പറയുമ്പം പെയ്യ മഴ, നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ അത് നിൽക്കുമോ? ഇല്ലല്ലോ. അത് സ്റ്റോപ്പ് ചെയ്യാൻ ആര് തീരുമാനിക്കണം? അള്ളാഹു തീരുമാനിക്കണം. നമ്മൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ, ജീവജാലങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ മഴ നൽകണേ റബ്ബേ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, അത് ഉപകാരം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കിട്ടി. അത് വലിയ ഒരു പ്രയാസത്തിലേക്ക്, അത് കൊടുങ്കാറ്റിലൂടെ, വമ്പിച്ച ഒരു ജലപ്രളയത്തിലൂടെ ഒക്കെ പ്രയാസമുണ്ടാകുമ്പോ തിരിച്ചു പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അല്ലാഹുമ്മ ലാ അലൈന ഹവാലൈന വല അലൈന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഈ മഴ, അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് അത്യാവശ്യത്തിനായി റബ്ബേ, ഇത് മഴയില്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക്, ദിക്കുകളിലേക്ക് അത് തിരിച്ചു വിടണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമ്മൾക്ക് നിർദ്ദേശമുണ്ട്. ശരി, എന്നാൽ അള്ളാഹു ഇത് നിർത്തൽ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഖുർആൻ വളരെ കൃത്യമായ കാര്യം പറയുന്നു, ഇന്ന അലാ ദഹാബിൻ ലഖാദിറൂൻ, മഴ അങ്ങ് തീരെ ഇല്ലാതെയാക്കി കളയാൻ കഴിവുള്ളവൻ നാമാണ് എന്ന് അള്ളാഹു. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, കൊൽ നബിയെ പറയുക, അറഅയ്തും നിങ്ങൾക്കറിയുമോ, ഇന്നസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതെങ്ങാനും നിർന്നുപോയാൽ, അത് വറ്റിപ്പോയാൽ, കിണറുകളിൽ നിന്ന് വെള്ളം വറ്റിപ്പോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, പിന്നെ ആരാണടോ നിങ്ങൾക്ക് ഈ വെള്ളം കൊണ്ടുതരിക എന്ന് അള്ളാഹു ചോദിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതെല്ലാം ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ എവിടേക്ക് എത്തണം? അള്ളാഹുവിൽ എത്തിച്ചേരണം. നമ്മുടെ വിശ്വാസം അങ്ങനെയാകണം, അടിയുറച്ചതാകണം. മഴ എന്ന് പറയുന്ന അനുഗ്രഹമായ മഴ, ഇത് ചിലപ്പോ പരീക്ഷണമാകും, ഇത് ശിക്ഷയായി മാറാനും സാധ്യതയുണ്ട്. നൂഹ് നബിയുടെ ചരിത്രം, ലൂത്ത് നബിയുടെ ചരിത്രം, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അനുഗ്രഹമായ മഴ ശിക്ഷയായി മാറിയതും നമുക്കറിയാം.
വമ്പിച്ച ജലപ്രളയത്തിലൂടെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തെ അള്ളാഹു നിഷ്കാസനം ചെയ്തത്. സ്വന്തം മകന് പോലും വിശ്വസിക്കാൻ തയ്യാറാവാതെ ബാപ്പ മകനോട് കെഞ്ചി നോക്കി, മോനെ നീ ഈ കപ്പലിൽ കയറിക്കോ, നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ കപ്പലിൽ കയറിക്കോ, വമ്പിച്ച ഒരു പ്രളയം വരാനിരിക്കുന്നു എന്ന സൂചന കൊടുത്തപ്പോ എന്തേ മകൻ പറഞ്ഞത്? പാപ്പാ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയിക്കോ, ഞാൻ ആ ജൂതി മലയിൽ കയറി രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞു പോയ മകൻ ആ ജലപ്രളയത്തിൽ മുങ്ങി മരിക്കുന്നതും അവിശ്വാസികളായ മുഴുവൻ ആളുകളും അങ്ങനെ ആ ജലപ്രളയത്തിലൂടെ അതാണ് ശിക്ഷയായി മാറും എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നതാണ്, സംഭവിച്ചതാണ്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി അല്ലാഹു തആല നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല പറയുന്നത് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നോക്കിങ്ങൾ, നിങ്ങൾ ചോദിച്ചതൊക്കെ, നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ നമ്മൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ തുഹ്സുഹ, നിങ്ങൾക്കതിന് കഴിയില്ല. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ ലളലൂമുൻ കഫാർ, മനുഷ്യൻ അങ്ങേയറ്റം സത്യത്തെ നിഷേധിക്കുന്നവനാണ്, നന്ദി കെട്ടവനാണ്, അക്രമിയാണ് എന്ന പ്രയോഗമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു രീതി. അല്ലാഹു നൽകുന്ന നിഅമത്തിനെ, അനുഗ്രഹത്തെ നന്ദിപൂർവ്വം സ്വീകരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യുകയും ജീവിക്കണം എന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഴക്കാലമാണ്, നമുക്കറിയാം. മഴക്കാലമാകുമ്പോൾ ചില ക്രമങ്ങളൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരും വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ രോഗം, സാധാരണ നമ്മൾ പറയും രോഗം വർദ്ധിക്കുന്നു. മഴ ഒരിക്കലും രോഗത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന വസ്തുത നമ്മൾ അറിയണം. മഴ ഒരിക്കലും രോഗത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു? മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടലുകളാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കൊറോണ വന്നു അല്ലേ, അത് കഴിഞ്ഞ് നിപ്പ, വീണ്ടും നിപ്പ വന്നു, ഷിഗല്ല, പുതിയ പുതിയ പേരുകളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സുരക്ഷിതരാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ആവശ്യമാണ് എന്ന് നമ്മളറിയണം. അപ്പം നമ്മുടെ നിയന്ത്രണമില്ലായ്മയാണ് പലപ്പോഴും രോഗങ്ങളെ നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നത്. ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരം, വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം. വീട്ടിൻ്റെ ഉള്ളിൽ വൃത്തി ഉണ്ടായിട്ട് നല്ല AC, നല്ല സെറ്റപ്പ് റൂം, കാര്യങ്ങളൊക്കെ ശരിയാവാം. വീടിൻ്റെ പരിസരം മുമ്പും പിമ്പും, വീടിൻ്റെ എല്ലാ ഇടതും വലതും ഭാഗങ്ങളിൽ എന്താ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ ആ ഒന്നാം ഘട്ടം നമുക്കറിയാം. വഹീൻ്റെ ഒന്നാം ഘട്ടം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ വചനങ്ങൾ അവതരിപ്പിച്ച് രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വചനം വസിയാബക ഫതഹിർ. ശുദ്ധിക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നറിയാം. നമ്മളെ വസ്ത്രത്തെക്കുറിച്ച് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം അതേറ്റവും ശുദ്ധിയുള്ളതാകണം.
ഇപ്പം ശുദ്ധിയെക്കുറിച്ച് നൽകുന്ന, വൃത്തിയെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന ഒരു എത്രമാത്രം അതിൻ്റെ പ്രാധാന്യമുണ്ട്. നമ്മൾ വലിയ പ്രസംഗം, അമ്പിച്ച പ്രസംഗം നടത്താൻ നമുക്കൊക്കെ കഴിയും. പക്ഷേ നമ്മുടെ വീടും പരിസരവും അകത്തളവും എന്തുമാത്രം വൃത്തിയുണ്ട് ഇല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയും. ഇത് ഇസ്ലാം വളരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഇതാണ് പ്രശ്നം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, പശ്ചാത്താപിച്ച് മടങ്ങുന്നവരോട് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുതതഹിരീൻ, അതുപോലെ ശുദ്ധിയുള്ളവരോടും അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. തീർന്നില്ല. ഈമാനുള്ളവർ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് പറയുന്നത്. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത് ഈമാന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് രോഗം? എന്തുകൊണ്ട്? നമ്മളിപ്പോ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം, നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ, നമ്മൾ മറ്റ് രീതികളൊക്കെ സ്വീകരിക്കുന്നിടത്തൊക്കെ ചില അകലം പാലിക്കേണ്ടടുത്ത് അകലം പാലിക്കണം. വൃത്തി എന്ന് പറയുന്നിടത്തേക്ക് എല്ലാം ഒരുപോലെ ആകുമ്പോഴാണ് നമ്മളെല്ലാവരും സുരക്ഷിതരാവുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് പ്രതിരോധി ശേഷി കുറഞ്ഞവരുണ്ടാകാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ ഇസ്ലാം വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വഴിയിൽ ഒരു മാലിന്യം കണ്ടാൽ ആ മാലിന്യത്തെ എടുത്ത് കളയൽ അത് ഈമാനാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. ഇവിടെ നിങ്ങളറിയോ, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ പോലും അന്യരുടെ പറമ്പിലേക്കോ അല്ലെങ്കിൽ പൊതുവായി ഉള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ നിക്ഷേപിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. ഞാൻ പറയുന്നത് വ്യക്തിപരമായി ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. വൃത്തിയോടുകൂടി ഞാൻ എൻ്റെ കാര്യം വൃത്തിയുള്ളതാക്കണം. എൻ്റെ വീടും എൻ്റെ പരിസരവും ഞാൻ ഇടപെടുന്ന മേഖലകൾ, അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയും. നമ്മൾക്ക് രക്ഷയുള്ളവർ സാലിമീങ്ങളായി മാറാൻ നമ്മൾക്ക് കഴിയും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ മാസം എന്ന് പറയുന്നത് പരിശുദ്ധമായ മാസങ്ങളായി എണ്ണിയിട്ടുള്ള ഒരു മാസമാണ്. ഷഹ്റുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാസമാണ് മുഹറം. ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന പവിത്രമായ മാസമാണ്. അപ്പോൾ ഈ പവിത്രമായ മാസത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ മാസത്തിൽ മുഹറം 10, മുഹറം 9ഉം 10ഉം നോമ്പെടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. പവിത്രമായ മാസം. അഫ്ദലുസ് സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. ഈ മുഹറത്തിലെ നോമ്പ് റമളാനിന് ശേഷമുള്ള നോമ്പിൽ ഏറ്റവും പ്രബലമായ ഒരു നോമ്പാണ്. പക്ഷേ നമ്മുടെ സമൂഹം എന്താ എന്നറിയില്ല, ഈ മുഹറം വരുമ്പോഴേക്കും എന്തോ ഒരു പേടിയാണ്. മഹാഭൂരിപക്ഷം എന്ന് പറയുന്നവർ മുഹറം മാസത്തെ പേടിക്കുന്നവരാ. അന്ന് കല്യാണങ്ങൾ വളരെ കുറവാണ്. മുഹറം മാസം 10 കഴിയുന്നതിനപ്പുറത്ത് കല്യാണങ്ങൾ വളരെ കുറവേ, ആലോചനകൾ കുറവേ, കച്ചവടത്തിനൊക്കെ അഡ്വാൻസ് കൊടുക്കൽ കുറവേ, അതുമായി നല്ല കാര്യങ്ങളിൽ ഇടപെടുന്നിടത്തൊക്കെ കുറവേ. നഹസാണ് എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹു പവിത്രമാക്കിയ മാസത്തെ നഹസ് കൽപ്പിച്ച് ഈ മാസത്തെ അങ്ങേയറ്റം വെറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഷിയായിസത്തിന്റെ പുതിയ വേർഷനോടുകൂടി ഈ നമ്മുടെ നാട്ടിലേക്കും അത് വന്നുകൊണ്ടിരിക്കുന്നു. കർബല അതാ ഈ മുഹറം 10-നാണ് അത് സംഭവിച്ചത്. അത് കരിദിനമായി ആചരിക്കുന്ന ലോകമാണ് നമ്മുടെ ലോകം എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ഈ കരിദിനമായി ആചരിപ്പിച്ച് നഹ്സിന്റെ ദിവസമായി പറഞ്ഞ് അങ്ങനെ നമ്മളെ എവിടെയോ കൊണ്ടുപോയി ചെന്നെത്തിക്കുന്ന ഒരു കാലം. അള്ളാഹിന്റെ മാസം എന്ന് പറഞ്ഞ മാസത്തിൽ ഒന്നാണ് ഷഹ്റുല്ലാഹി അൽ മുഹറം. അതുകൊണ്ട് ഈ മുഹറം മാസത്തെ അങ്ങനെ നഹ്സായി കൽപ്പിക്കാനുള്ളതല്ല. എല്ലാം വളരെ ഭംഗിയായി നമ്മൾ ഇടപെടുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ട ഒരു മാസം, പവിത്രമായ ഒരു മാസമാണ്. നോമ്പെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ജൂൺ 19 ഒരു പ്രത്യേകത. കേരള സർക്കാരിൻ്റെ ഒരു തീരുമാനം 1996
തീരുമാനിച്ചതാണ് വായനാ ദിനമായി ആചരിക്കണം എന്ന് പറയുന്നത് അതിന്നാണ്. ഈ ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ദിവസങ്ങളെ വായനാ വാരമായും നമ്മുടെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്ലബ്ബുകളിൽ, വായനശാലകളിൽ ഒക്കെ ഒരു വായനാ വാരമായും ഇത് ആഘോഷിച്ചു വരുന്നുണ്ട്. ദേശീയ ജൂൺ 17 മുതൽ 2017 മുതൽ ഇതൊരു ദേശീയ ദിനമാണ് എന്നും പറഞ്ഞു വരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു അവബോധം നമ്മൾക്കുണ്ടാകണം. നമ്മളും അതിൽ പങ്കുചേരേണ്ടിടത്ത് പങ്കുചേരുകയും, ഇന്ന് വായന എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ടന്മാരായി തീരുകയും ചെയ്യുന്നു. വായനയിൽ നിന്ന് പിറകോട്ട് പോയതാണ് നമ്മളുടെ ഈ അറിവ് മുഴുവനും നശിച്ചു പോയത്. അപ്പോൾ ഈ രംഗത്തൊക്കെ ഇഖ്റ എന്ന തുടക്കത്തോടു കൂടി വന്ന നമ്മൾ എത്രയോ പിറകിലാണ്. വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നത്. ഖുർആൻ വായിക്കണം. ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. ഏതു ഭാഷയും അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ കൈവശമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ച് പഠിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ചിന്തിക്കാനും പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നല്ലത് ചെയ്യാനും നല്ലതിൻ്റെ കൂടെ നിൽക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ഒട്ടനേകം ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമൊക്കെ വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി, ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്ത്, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.